കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലാക്കിന്റെ പോൺ C2ലോ അല്ലെങ്കിൽ F2ലോ ആണെങ്കിൽ ഇത്തരം ഗെയിമുകളിൽ വൈറ്റിന് വിജയിക്കാൻ സാധിക്കില്ല എന്നും എന്നാൽ ഇതേ പോൺ D2ലോ അല്ലെങ്കിൽ E2ലോ ആണെങ്കിൽ വൈറ്റിന് വിജയിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പം പലരും കമന്റ് ബോക്സിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം ബ്ലാക്കിന്റെ പോൺ D2ലാണെങ്കിൽ വൈറ്റിന് എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത്തരം പൊസിഷനുകളിൽ വൈറ്റ് ചെയ്യുന്ന പൊതുവായിട്ടുള്ള കാര്യം ഈ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് C3യിൽ ചെക്ക് നൽകും. ഈ പോണിന് സംരക്ഷണം നൽകേണ്ടത് കൊണ്ട് ബ്ലാക്ക് കിങ്ങിന് D1ലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം വൈറ്റിന്റെ കിങ് D7ലേക്ക് വരും. വൈറ്റ് പലതവണ ഇതേ പൊസിഷൻ ആവർത്തിക്കുകയും പതുക്കെ ഈ രാജാവിനെ ബ്ലാക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ഗെയിം വിജയിക്കുകയാണ് ഉണ്ടാവുക. എന്നാൽ ഈ പോണ് C2ലാണെങ്കിൽ കഥ മൊത്തം മാറും. പൊസിഷനിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വൈറ്റിന്റെ ക്യൂൻ B3ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. നമുക്കറിയാം ബ്ലാക്കിന്റെ കിങ് C2ലേക്ക് വരികയാണെങ്കിൽ വൈറ്റിന്റെ രാജാവ് അടുത്തേക്ക് വരുന്നതായിരിക്കും. അതിന് പകരം ഇത്തരം പൊസിഷനുകളിൽ ചെയ്യേണ്ടത് ഈ കിങ്ങിനെ A1ലേക്ക് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്യൂനിന് C2 പോണിനെ വെട്ടിയെടുക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു സ്റ്റെയിൽമേറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും.